ഇന്ന് വീട്ടിൽ തേങ്ങയിടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെയും കാട്ടി തേങ്ങയിടാൻ വരുന്ന ആൾക്കാർക്കാണ് ഡിമാൻഡ് കൂടുതൽ. കാരണം എത്ര നോക്കിയിട്ട് ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമുക്ക് അറിയണ ചേട്ടൻ തന്നെ വന്നു. എന്റെ വീട്ടിലാകെ 10 തെങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ പോലെയൊന്നുമില്ല, ഇപ്പൊ തേങ്ങ എല്ലാത്തിലും കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പണ്ട് നന്നായി കായ്ക്കണ തെങ്ങൊക്കെ ഇപ്പൊ കായ്ക്കണേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ചേട്ടൻ തേങ്ങയിടുക മാത്രമല്ല, തെങ്ങ് ക്ലീൻ ആക്കിയിട്ടും കൂടിയാണ് താഴെ ഇറങ്ങുന്നത്. അങ്ങനെ അവസാനത്തെ തെങ്ങി കയറിയപ്പോൾ ഞാൻ 4 കരിക്കിടാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ തേങ്ങയുടെ ആൾ വന്നാലും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും കരിക്കിടാൻ പറയും. അങ്ങനെ പറഞ്ഞ പോലെ ചേട്ടൻ 4 കരിക്കിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തെങ്കിലും തേങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയി. ഇനി എന്റെ പണി പറഞ്ഞാൽ ഈ കണ്ട തേങ്ങയൊക്കെ വാരി കൂട്ടണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പണിയാണ്. പക്ഷെ പണിയെടുക്കാൻ നമ്മൾ മടി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ചിന്തിച്ചു നിന്നു, പണി ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ പണി ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഞ്ഞി തരില്ല എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ലേ, ഇനി എല്ലാ തേങ്ങയും പെറുക്കി കൂട്ടുതന്നെ. അങ്ങനെ പാതി തേങ്ങയോളം പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10-250 തേങ്ങയും കൂടി പെറുക്കി കൂട്ടിയാൽ എന്റെ പണി കഴിഞ്ഞു. ഈ തേങ്ങ ഇടുന്നതിന്റെ ഇടയിൽ പട്ടയൊക്കെ വീണ് നമ്മൾ നട്ടുവെച്ച മുളക് തൈയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് തൈ മാത്രമല്ല, അത് ഈ കാണുന്ന കവുങ്ങിനും ചെറിയ പ്രശ്നങ്ങളെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിന്ന് ഒരു 10-500 തേങ്ങയോളം വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇപ്പൊ ഒരു 1 മണിയായിട്ടുണ്ടാവും. ചോറും പോലും ഉണ്ടിട്ടില്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് പെറുക്കായിരുന്നു പണി. പക്ഷെ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എത്ര പണി ചെയ്തല്ല പറഞ്ഞിട്ട് അമ്മ എനിക്ക് കരിക്ക് വെട്ടി തരികയാണ്. അങ്ങനെ വെയിലത്ത് നല്ല പണിയെടുത്തിട്ട് കരിക്ക് കുടിച്ചപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.